ബഹുമാനായ മുദ്രാവാക്യം നടത്തണം, മുദ്രാവാക്യം നടത്തണം, മുദ്രാവാക്യം നടത്തണം. പ്രിയങ്കരനായ അധ്യക്ഷൻ സാരിക്കലി വ്യാപ്തങ്ങൾ, പ്രിയമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വാർത്താ മാധ്യമ പ്രതിനിധികളെ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. നമ്മുടെ വിശിഷ്ട അതിഥികള് അവിടെ ഇരുന്നാൽ മതി, അവിടെ ഇരുന്നാൽ മതി, അവിടെ ഇരുന്നാൽ മതി. ഫോട്ടോ പിന്നെ എടുക്കാം, എഴുതാം. നമ്മുടെ വിശിഷ്ട അതിഥികള് നമ്മളോട് സംസാരിച്ചു കഴിഞ്ഞു. KPCC പ്രസിഡന്റ് ശ്രീ രമേശ് ചെന്നിത്തല, അതേപോലെ തന്നെ ശ്രീ MP വീരേന്ദ്രകുമാർ, ശ്രീ രാഘവൻ ഇനി സംസാരിക്കാനുണ്ട്. അവിടെ ഇരുന്നാൽ മതി, നിങ്ങൾ സംസാരം നിർത്തിയാൽ മതി, അവിടെ ഇരുന്നാൽ മതി. അവിടെ സംസാരിക്കണ്ട, സംസാരിക്കണ്ട. വളണ്ടിയർമാർ നിയന്ത്രിക്കണ്ട, അവിടെ ഇരുന്നോളൂ. നമ്മുടെ ശ്രീരാഘവൻ സംസാരിക്കാനുണ്ട്. അത് കഴിഞ്ഞ് ഇന്നത്തെ പ്രഖ്യാപനം ബഹുമാനായ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഇവിടെ നടത്തുകയുണ്ടായി. അതായത് വളരെ കാലം ഇവിടെ പ്രവർത്തിച്ചിരുന്ന INL ബഹുമാനായ സദ് സാഹിബ് ജീവിച്ചിരിപ്പില്ല എങ്കിലും നമ്മുടെ പ്രിയങ്കരനായിരുന്ന, നമ്മളേവരും ബഹുമാനിച്ചിരുന്ന, ജീവതുല്യം കരുതിയിരുന്ന സദ് സാഹിബ് ജീവിച്ചിരിപ്പില്ല എങ്കിലും അദ്ദേഹത്തിന്റെ മക്കൾ, അതുപോലെ തന്നെ INL നേതാക്കന്മാരൊക്കെ വേദിയിൽ വന്നുകൊണ്ട് ഇന്ന് മുസ്ലിം ലീഗിൽ ലയിക്കുന്നതായി പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഇവിടെ പ്രഖ്യാപിക്കുകയുണ്ടായി. അതൊരു കാലഘട്ടത്തിന്റെ പര്യവസാനമാണ്. ചെറിയ സംഭവമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിൽ ഇന്ന് സ്വർണലിപികളാൽ എഴുതേണ്ട മറ്റൊരു അധ്യായം കൂടി തുന്നിച്ചേർക്കപ്പെട്ടിരിക്കുന്നു. ബഹുമാനായ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ പ്രഖ്യാപനത്തോടുകൂടി ഒരു കാലഘട്ടത്തിൽ എന്തായിരുന്നു ഈ സംഭവം നമുക്കൊക്കെ അറിയാലോ. ആ ഭിന്നിപ്പിന്റെ, വേർപാടിന്റെ, ആ പോരാട്ടത്തിന്റെ, ആ വാഗ്വാദങ്ങളുടെ, ആ വിമർശനങ്ങളുടെ ആ ചാപ്റ്റർ ക്ലോസ്, അത് അവസാനിച്ചിരിക്കുന്നു. INL അധ്യായം ശേഷം ഇപ്പോ നമ്മൾ ലയിച്ചിരിക്കുന്നു. നമ്മുടെ ശക്തി ഒന്നുകൂടി വർദ്ധിച്ചിരിക്കുന്നു. ശത്രുക്കൾ കാത്തിരുന്നോളാം, ഞങ്ങളുടെ ശക്തി ഒന്നുകൂടി വർദ്ധിച്ചിരിക്കുന്നു. വേദിയിൽ പലരുമുണ്ട്. ശ്രീ രമേശ് ചെന്നിത്തലയിൽക്കുണ്ട്. അദ്ദേഹം സ്വാഗതം ചെയ്ത് ഈ മുന്നണിയിലേക്ക് വന്ന ആളാണ് ശ്രീ വീരേന്ദ്രകുമാർ. അത് നമ്മുടെ അഡീഷണൽ ശക്തിയാണ്. പിന്നെയും ഇതാ നമ്മുടെ ശ്രീ ബഹുമാനായ മഞ്ഞളാംകുഴി അലി. ഒരു കാലത്ത് ഈ അലി എന്ത് പുലിയായിരുന്നു എന്ന് നമുക്കറിയാം. നമ്മളെ കൂടെ വേദിയിൽ അങ്ങനെ പലരുണ്ട്. നമ്മളെ ശ്രദ്ധിച്ച ശക്തി ഇനിയും ഉണ്ടാവും. ഈ തെരഞ്ഞെടുപ്പില് ഇപ്പോ നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടി ഒരു അവതാരകൻ ഇറങ്ങുന്നുണ്ടത്രേ. ഡൽഹിയിൽ നിന്ന് അയക്കുന്നുണ്ട് എന്ന് ശ്രീ അച്യുതാനന്ദൻ പറയുന്നത് കേട്ടാ തോന്നും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും പാർലമെന്റും നടന്നപ്പോ അച്യുതാനന്ദൻ ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയല്ല. ഊതി വീർപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഊതി വീർപ്പിച്ചെന്ന് വെക്കുകയാണ്. ആ ഊതി വീർപ്പിക്കലൊന്നും ആവശ്യമില്ല. 5 കൊല്ലം ജനങ്ങൾക്കൊന്നും ചെയ്യാതെ അവസാനഘട്ട് വന്ന് രണ്ട് പൊടിക്കൈ പ്രയോഗിച്ച് രക്ഷപ്പെട്ട് കളയാം എന്നാണ് കരുതിയതെങ്കിൽ നടക്കൂലെന്നിപ്പോ മനസ്സിലായില്ലേ? ഈ ഇരിക്കുന്ന ജനങ്ങളെ കണ്ടാ മനസ്സിലാകുന്നില്ലേ?
ഇവന് മനസ്സ് ചെറുതായിട്ടൊന്ന് വേദനിച്ചിരിക്കുകയാണ്. ബഹുമാനായ വീരേന്ദ്രകുമാർ, ശ്രീ വീരേന്ദ്രകുമാർ പറഞ്ഞു, ബഹുമാനായ നമ്മുടെ അഭിവന്ദ അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു, ഹൈദരലി ശിഹാബ് തങ്ങൾ പറഞ്ഞു, അതുപോലെ തന്നെ അഹമ്മദ് സാഹിബ് പറഞ്ഞു, എല്ലാവരും പറഞ്ഞു. എന്നെ പറ്റിയാ പറഞ്ഞത്. ഞാൻ എന്ന ഒരു വ്യക്തിയില്ല. എന്റെ സ്ഥാനത്ത് ചിലപ്പോ വേറെ ആരെങ്കിലും ആയിരിക്കും. ആരെങ്കിലും ആവട്ടെ. ഇവിടെ പ്രശ്നം ഈ മർദ്ദിത ജനകോടികളുടെ, പിന്നോക്കക്കാരുടെ, അവസരജനവിഭാഗങ്ങളുടെ പടയണി, ഈ മതിൽക്കെട്ട് ഒന്ന് പൊളിക്കുക എന്നുള്ളതാണ് അജണ്ട. അതെന്തൊരു സ്വപ്നാണ് ഇവർക്ക്, അതെന്തൊരു ആഹ്ലാദമാണ് ഇവർക്ക്. ഈ പടയണി ഒന്ന് പൊളിക്കണം, ഈ പാർട്ടി ഒന്ന് തകർക്കണം. എത്ര കാലമായി ഈ ഡ്രീം, ഈ സ്വപ്നം ഇവർ കൊണ്ടുനടക്കണം. ആരൊക്കെ ഇതിന് മോഹിച്ചു നിങ്ങൾക്കറിയാലോ. അവർ അടുത്തുയർത്തി ഉണ്ടാക്കി, അവർ ഓരോ ആരോപണങ്ങൾ കൊണ്ടുവന്ന് എത്ര അടവുകൾ പയറ്റി. 18 അടവും പമ്പരം പാച്ചിലും കഴിഞ്ഞാലും ഈ ഹരിത പതാകയെ തൊടാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. തൊടാൻ നിങ്ങൾക്ക് ഓരോ കാലഘട്ടത്തിൽ ഓരോ. ഇപ്പൊ ബഹുമാനായ വീരേന്ദ്രകുമാർ ഇവിടെ അദ്ദേഹം ഇവിടെ പറഞ്ഞു, എന്നോട് വേദനിക്കണ്ടായിരുന്നു. ഞാൻ പൊതുജീവിതം തുടങ്ങിയതാണ് ഈ ഏർപ്പാട്. മലപ്പുറം വെടിവെപ്പ് തൊട്ട് അന്നത്തെ മാർക്സിസ്റ്റ് പാർട്ടി എന്നെ കൊലക്കേസിൽ, അന്ന് വെടിവെപ്പിൽ ഒരു പോലീസുകാരനെ കേസ് 1-ാം പ്രതിയാക്കി. യാതൊരു കാര്യവുമില്ല. ഞാൻ അവിടെ മുനിസിപ്പൽ ചെയർമാൻ. അന്ന് കണ്ടാലറിയാവുന്ന 6000 പേരും അതിലെ 1-ാം പ്രതി ഞാനായി. അങ്ങനെ തുടങ്ങിയതാ. അതുകൊണ്ട് എനിക്കിപ്പോ അത് ശീലായി. യാതൊരു കുഴപ്പമില്ല. ബഹുമാന പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അദ്ദേഹത്തിന്റെ അതിന്റെ മുമ്പ് കുറച്ചു കാലം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ പൊതുജീവിതത്തിലും വന്നപ്പോ മഹാനായ പാണക്കാട് PMSA പൂക്കോയ തങ്ങൾ, അവരൊക്കെ കുറച്ചു കാലം രാഷ്ട്രീയ പൊതുപ്രവർത്തനം നടത്താൻ ഭാഗ്യം ഉണ്ടായത് കൊണ്ടാവും ഞാൻ ഈ വക ഏറൊന്നും കൊള്ളാത്ത തരത്തിൽ അങ്ങനെ തന്നെ ഒരു സീസണായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഞാനല്ല പ്രശ്നം, കുഞ്ഞാലിക്കുട്ടിയല്ല പ്രശ്നം. ആരാണെങ്കിലും ശരി, പടയണി നിലനിർത്താൻ വേണ്ടി നോക്കും അവരെ എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദേഷ്യം കൊണ്ട് എറിയാൻ. അതിന്റെ പിന്നിൽ ആൾ കൂടുകയാണ്. അതിന്റെ പിന്നിൽ ചില മാധ്യമങ്ങൾ കൂടുകയാണ്. അതിന്റെ പിന്നിൽ ചില പത്രങ്ങൾ കൂടുകയാണ്. അതിന്റെ പിന്നിൽ ചില ചാനലുകൾ കൂടുകയാണ്. അതിന്റെ പിന്നിൽ ചിലർ കൂടുകയാണ്. മനസ്സിൽ ദേഷ്യം എന്തെങ്കിലും നിൽക്കുന്നത്. ഇന്ത്യയിൽ എവിടെയില്ലല്ലോ ഈ ഒരു സംഘടിത ശക്തി. ഇന്ത്യയിൽ എവിടെയില്ല, ബംഗാളിലില്ല, മറ്റോടത്തില്ല, വേറുള്ള സ്ഥലങ്ങളിലൊന്നുമില്ല. ഇതിന്റെ നേട്ടം ഇവർ കൊയ്തുകൊണ്ടിരിക്കുന്നു. ഒമാനെ KPCC പ്രസിഡന്റ് പറഞ്ഞത് കേട്ടൂടെ, ഈ ലീഗ് അവിടെ നിന്നോട്ടെ, അത് നല്ലതാണെന്ന്. ലീഗ് അവിടെ നിന്നോട്ടെ, നല്ലതാണ്. തീവ്രവാദം ഇവിടെ വളരൂല, തമ്മിലുള്ള സ്പർദ്ധ ഉണ്ടാവില്ല, യാതൊരു കുഴപ്പമുണ്ടാവില്ല. എന്തിനാണ് ലീഗിനെ തകർക്കുന്നത്? ഞങ്ങൾ മതവിശ്വാസമനുസരിച്ച് ജീവിക്കുന്നു. ഈ ആളുകളുടെ മനസ്സ് വേദനിച്ചു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾ കോഴിക്കോട് കടപ്പുറത്തേക്ക് ഒഴുകുന്നത് യാദൃശ്ചികമൊന്നുമല്ല. പ്രായമായ ആളുകൾ മാത്രമല്ല, ചുറുചുറുക്കുള്ള യുവാക്കളാണ് ലക്ഷക്കണക്കിന് കോഴിക്കോട് കടപ്പുറത്തേക്ക് ഒഴുകുന്നത്. നാളത്തെ തലമുറയാണത്. അവരുടെ വികാരം അച്യുതാനന്ദന് മനസ്സിലാവോ ഈ പ്രായത്തില് എന്നുള്ളത് എനിക്കറിഞ്ഞൂടാ. ഈ ആളുകളുടെ വികാരം മുഖ്യമന്ത്രിക്ക് മനസ്സിലാവുമോ എന്ന് അറിഞ്ഞൂടാ. അവർ ഈ സംഘടന നിലനിർത്താൻ ആഗ്രഹിക്കുന്നു. വെറുതെ തീവ്രവാദം വരുത്താനല്ല, അതുപോലെ തന്നെ ഭിന്നിപ്പുണ്ടാക്കാനല്ല, സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കാനല്ല, വളരാൻ, ജീവിക്കാൻ, അവകാശങ്ങൾക്ക് വേണ്ടി. അതിനാണ് ഈ സംഘടന ഇവർ പടുത്തുയർത്തിയിരിക്കുന്നത്. അതിനെ തൊട്ട് കളിക്കുമ്പോ അതിനെതിരായി പറയുമ്പോൾ വികാരം കൊണ്ടാണ് മന്ദം നടന്ന് കോഴിക്കോട് നഗരത്തിലൂടെ ലക്ഷക്കണക്കിന് ആളുകൾ ഇങ്ങോട്ട് ഒഴുകിയത്. ഇപ്പോഴും ഒഴുകി അതിന്റെ പിന്നിൽ വരുന്നത് കൊണ്ടാണ് ഇവിടെ ഈ മർദ്ദം വരുന്നത്. അത്രയധികം ആളുകൾ ഇപ്പോഴും ഇങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് കടപ്പുറത്തിലെ ഉൾക്കൊള്ളാൻ മാത്രമുള്ള ശക്തിയല്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനുള്ളത് എന്ന് തെളിയിക്കുന്നതാണ്. തലമുറകൾ മാറുകയാണ്. ഇന്ന് രമേശ് ചെന്നിത്തല ഇരിക്കുന്ന കസേരയിൽ അന്ന് ശ്രീ കെ കരുണാകരൻ എന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. മഹാന്മാരായ നേതാക്കന്മാര് CH ഉം
അതുപോലെയുള്ള നേതാക്കന്മാരും ഒക്കെ ശാബ്ദങ്ങളും ഒക്കെ ഇരുന്ന സ്റ്റേജിൽ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഇങ്ങനെ ഒരു മുസ്ലിം ലീഗ് യോഗം ഉണ്ടായി. അതിൽ അവരൊക്കെ സൗഹാർദ്ദ പ്രതിനിധികളായി വന്നിരുന്നു. ആ സൗഹാർദ്ദ പ്രതിയായി വന്നിരുന്ന് ഈ ജനസാഗരത്തെ നോക്കി അന്ന് ശ്രീ കെ കരുണാകരൻ പറഞ്ഞു, തെരഞ്ഞെടുപ്പ് നമ്മൾ ജയിച്ചിരിക്കുന്നു, മുസ്ലിം ലീഗിന്റെ യോഗം കണ്ടാൽ അറിയാം എന്നൊന്ന് പറഞ്ഞു. ഇപ്പൊ ഇതാ പിന്തലമുറ വന്നിരിക്കുന്നു. ആ പിന്തലമുറ സ്റ്റേജിലുമുണ്ട്, ഈ സദസ്സിലുമുണ്ട്. ചെറുപ്പക്കാർ ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, ഈ യുദ്ധം ഞങ്ങൾ ജയിക്കും, യാതൊരു സംശയം നിങ്ങൾക്ക് വേണ്ട. അവിടെയാണ് പ്രശ്നം. 2 യുദ്ധം നമ്മൾ ജയിച്ചു, പഞ്ചായത്തും പാർലമെന്റും ഉശിരോടെ. നാണം കെട്ട രീതിയിൽ തോറ്റു ഈ ഇടതുപക്ഷം. എന്നിട്ടിപ്പോ തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് 2 മാസം പോവാൻ നേരത്ത് ചക്രാത്തിന്റെ ഹാൻഡിൽ കിടക്കുമ്പോ, മലയാളത്തിൽ പറഞ്ഞാല് കാറ്റ് പോവാൻ കിടക്കുമ്പോ 1 മാസമുണ്ട് കെയർ ടേക്കർ. ആ 1 മാസം 2 1.5 മാസം അതുള്ള ആ കാലാവധിയുള്ള ഗവൺമെന്റാണ് നമ്മളെ പേടിപ്പിക്കുന്നത്. എന്തൊരു നാണക്കേടാണ് ഈ മനുഷ്യന്മാർക്ക്. നാണമില്ലേ? തെരഞ്ഞെടുപ്പ് ആവാറായി, പോവാറായി. കെയർ ടേക്കർ മിനിസ്ട്രിയാണ്. കെയർ ടേക്കർ കാവല് കാത്തോള, തൽക്കാലം കാത്തോള. ഭരണഘടനാ പ്രതിസന്ധി വരാതിരിക്കാനുള്ള കെയർ ടേക്കർ പവറുള്ള അച്യുതാനന്ദന്റെ മന്ത്രിസഭയാണ് എല്ലാരെയും പിടിച്ച് ജയിലിലാക്കും എന്ന് പറയുന്നതെന്ന് ആലോചിച്ച് നോക്കി. എന്തൊരു നാണക്കേടാണ്. നിങ്ങൾ തെരഞ്ഞെടുപ്പ് തോറ്റിരിക്കുന്നവരാണ്. നിങ്ങൾ ജനപിന്തുണല്ല, നിങ്ങൾ മാറിക്കൊടുക്കുകയാണ് വേണ്ടത്. മറ്റൊരു തെരഞ്ഞെടുപ്പ് വന്ന് ജനങ്ങളുടെ മാൻഡേറ്റ് ഉള്ള ഒരു ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. എന്നിട്ട് പ്രഖ്യാപിക്കുക. എന്നിട്ട് വന്നിട്ട് എല്ലാവരും സർസിപിക്കെതിരായി പടവരുതി വന്നവരാ കമ്മ്യൂണിസ്റ്റുകാർ. പക്ഷെ ഇപ്പോ സർസിപിയെക്കാളും വലിയ അച്യുതാനന്ദന്റെ സഖാക്കൾ കാണുകയാണ്. ഞാൻ ജയിലിലാക്കും, ഞാൻ ജയിലിലാക്കും. അതുപോലെ ഞങ്ങൾ ജയിലിൽ പോകുന്ന കൂട്ടറായി. കോഴിക്കോടേ എന്തൊരു മാറ്റാണിത്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് സംസാരിക്കണം. ചേച്ചിതാറും ബംഗ്ലാവും ഒക്കെ ഞങ്ങളും കണ്ടതല്ലേ. പറ്റുമോ? അയ്യ ജനസാഗരം 3 ലക്ഷം ജനങ്ങൾ. 5 കടന്നു പോകുന്നുണ്ട്. നിൽക്കാൻ പറ്റില്ല ഇവിടെ. 120 സീറ്റ് കിട്ടുന്ന വേണ്ടത്. പ്രതിപക്ഷത്ത് ആളുണ്ടാവൂല നമുക്ക് വേണ്ടത്. അയ്യേ പ്രതിപക്ഷത്ത് VS ഉണ്ടാവില്ല, ആരും ഉണ്ടാവില്ല എന്ന് മൂപ്പര് പറയണത് സത്യമാണത്. ജനങ്ങളെ കണ്ടപ്പോ നമ്മൾ അന്തപ്പെട്ട് നിൽക്കുകയാണ്. നടക്കാൻ പറ്റാണ്ടേ. അയ്യേ 100 തേക്കുന്ന പറയണത്. ജനം നോക്ക് അന്തം പെട്ട് നിക്കണ്. 5 കൊല്ലം നിരന്തരമായി ലീഗിന് കേരളത്തിലെ 100 സീറ്റ് കിട്ടിയ 100 സീറ്റിന് മത്സരിക്കാൻ തയ്യാറായിട്ടുള്ള ജനങ്ങളിവിടെ. അത്രയും ജനം. 5 ലക്ഷത്തിന്റെ മേലെ ആളുകള് കേരളം കണ്ട് ഏറ്റവും മാത്രമല്ല ഈ ഒപ്പം നിൽക്കുന്ന മാസത്തെ അവരുടെ പിണറായി കൂട്ടുണ്ടാക്കുന്നവരൊക്കെ അവരുടെ നേരെയാണ്. പ്രതിപക്ഷത്തെക്കാളും വലിയ പ്രതിപക്ഷമായിട്ടാണ് 5 കൊല്ലം പ്രവർത്തിച്ചത്. പിന്നെ അതാ ഒരു ദിവസം രാവിലെ പെട്ടെന്ന് നമ്മളെ പോവാൻ നേരം. അപ്പൊ എന്താ ടിക്കറ്റ് കിട്ടണം മാർക്സിസ്റ്റ് പാർട്ടി രണ്ടാമത് ടിക്കറ്റ് കിട്ടണം തെരഞ്ഞെടുപ്പ്. അതിനൊരു അടവ്. അപ്പോഴല്ലേ ഞങ്ങള് ബഹുമാനായ KPC പ്രസിഡന്റ് അവിടെ ഇരിക്കുന്നത്. നമ്മുടെ എന്താ പറയാ ജയ്ഹിന്ദ് ചാനലും ബാക്കിയുള്ളതും ഞങ്ങളെ ബുദ്ധിജീവികളും അത്യാവശ്യം ബുദ്ധിജീവികളൊക്കെ ഞങ്ങൾക്കുണ്ടല്ലോ. ഞങ്ങളെല്ലാവരും ഇത് വിശകലനം ചെയ്ത് നോക്കി എന്തൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ പിറകിൽ. ഇദ്ദേഹം ചിന്തക്കാരനല്ലല്ലോ. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പ് സ്വന്തം പാർട്ടിക്കാരെ ഓടക്കുറ്റി പ്രയോഗത്തിലൂടെ തെരുവിൽ പ്രകടനം നടത്തി ടിക്കറ്റ് വാങ്ങിക്കളഞ്ഞു. ഇപ്പോ ഈ മാതിരി ഇടപെടുത്തിട്ട് അവസാന കാലത്ത് ടിക്കറ്റും വാങ്ങി തെരഞ്ഞെടുപ്പിനെ ജയിക്കാം എന്ന പരിപാടിയാണ് എന്ന് കണ്ടപ്പോ ഞങ്ങളും ഒന്ന് നോക്കി. അപ്പോഴല്ലേ ഇതിന്റെ ഒരു വലുപ്പം കാണുന്നു. മകനെയും വെച്ച് നടത്തുന്ന പരിപാടി, കോടതികളിലൊക്കെ അതിനുള്ള ദല്ലാൾമാരെയും വെച്ച് നടത്തുന്ന പരിപാടി ഞാൻ പറയുന്നതല്ല. ഇന്ന് മനോരമ പത്രത്തില്
പാടം സുധീഷ് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങളൊക്കെ വെറുതെ പറയുന്നതല്ല, മകനെ കുറിച്ച് അച്യുതാനന്ദന് പിറകിലെ സാമ്പത്തിക ശക്തിയുമായി കൃത്യമായി ബന്ധപ്പെടുന്നത് മകൻ അരുൺ കുമാറാണ്. എന്താണ് ഈ കേൾക്കുന്നത് കേരളം? ഞങ്ങൾ പിന്നെ വിശകലനം ചെയ്ത് നോക്കുമ്പോഴല്ലേ എല്ലാ ഇടപാടിന്റെ പിന്നിലും മകനുണ്ട്, അവിടെ ഇവിടെ പൊളിച്ചുമ്പാക്കി കഴിയണം. വലിയ വലിയ സാമ്പത്തിക ഇടപാടിന്റെ പിറകിൽ മുഴുവനുണ്ട്. ഞങ്ങളിപ്പോ ബേജാറാവുകയാണ്. ഏതാദ്യം പറയണ്ടേ, തെരഞ്ഞെടുപ്പുകൊണ്ട് വരട്ടെ, അത്രയധികം മാപ്പ് ഞങ്ങളെ കയ്യിലിരിക്കുകയാണ്. വലിയ വലിയ കരാറിന്റെ മുഴുവൻ പിറകിൽ വലിയ വലിയ കോടികള്. ഞങ്ങളറിഞ്ഞോ ഇദ്ദേഹം ഇവിടെ ഗോൾഫ് ക്ലബിൽ മെമ്പറാണെന്ന്? ഗോൾഫ് ക്ലബിനെതിരെ പട പൊരുതുന്ന അച്യുതാനന്ദനെയാണ് നമ്മൾ വേണ്ടത്. ആ ഗോൾഫ് ക്ലബിൽ അദ്ദേഹത്തിന്റെ മകൻ മെമ്പറാണ് എന്ന വിവരം ഞങ്ങൾ അറിഞ്ഞില്ല. കേരളത്തെ മുഴുവൻ ഫൂൾ ചെയ്തിരിക്കുകയായിരുന്നു, ഫൂളാക്കിയിരിക്കുകയായിരുന്നു. വലിയ സാത്വികൻ, യാതൊരു കറവകളാത്ത വ്യക്തിത്വം എന്റെ പിറകെ നടക്കുന്നത്. പുരാതന കഥയാണ് എനിക്കെതിരായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 10-20 കൊല്ലം മുമ്പ് പഴക്കമുള്ള എന്തിനാ പുരാതനത്തിന് പോകുന്നത്? ലേറ്റസ്റ്റ് എടുക്കാൻ നമുക്ക് മക്കാവ് കഥയും ഗോൾഫ് ക്ലബും അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ കോസ്മോപൊളിറ്റൻ ക്ലബും ഒക്കെ. അതിനെപ്പറ്റി പത്രക്കാർ അച്യുതാനന്ദനോട് ചോദിക്കുമ്പോ പറയാം, അവിടെ ചില്ലറ കളിയൊക്കെ ഉണ്ട്, അതിൽ പോയതാവും നമ്മുടെ മോൻ. അവിടെ കളി മാത്രമല്ല, അവിടെ കുടി ഉണ്ട് എന്ന് പറഞ്ഞപ്പോ കളി കഴിഞ്ഞതിന് ശേഷം പിന്നെ ചെയ്യുന്ന ഒരു പണിയല്ലേ, അതൊക്കെ ഇത്തിരി ആവാന്നാ മൂപ്പര് പറയും. മാറ്റം കണ്ടോ? അങ്ങനെ കുറിച്ചായപ്പോഴുള്ള മാറ്റം കണ്ടോ? ഇവർക്കാണോ സാത്വിക പദവി കൊടുക്കേണ്ടത്? വന്നിരിക്കുന്ന അഴിമതി ഏതാണ്? യൂണിവേഴ്സിറ്റികളിൽ യാതൊരു അർഹതയില്ലാതെ കയറിക്കൂടി ജീവിതകാലം മുഴുവൻ കൃത്രിമം കാണിച്ച് പ്രൊമോഷൻ നേടി, ഡോക്ടറേറ്റ് നേടി, ഉദ്യോഗം നേടി. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ലോകത്തെ എവിടെയെങ്കിലും പോയാൽ അയാൾ സസ്പെൻഡ് ചെയ്യും, പെർമിഷൻ ഇല്ലാതെ പോയാൽ. ഇത് പെർമിഷൻ ഇല്ലാതെ പോയി മക്കാവിലെ കിടക്കണേ. മക്കാവ് കൊന്ന് മത്സ്യബന്ധനം കേരള ജനത മനസ്സിലാക്കണം. ഇവരെയൊക്കെ ഒരു കഴിയണം. നമ്മളിവിടെ പാവം